ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മപ്പാസാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന കറിയായതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതുണ്ട്, പിന്നെ പറയണ്ട. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടാലോ? വായോ. ഫസ്റ്റ് ഓഫ് ഓൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണേ. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് സെയിം ഓയിൽ തന്നെ ബാക്കിയുള്ളതിനെ ഉപയോഗിക്കാമേ. വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒരു ബ്രൗൺ കളറായിട്ട് വരണം, അതാണ് അതിൻ്റെ പാകം. പിന്നെ കറിവേപ്പിലയുണ്ട്, അതുകൂടെ ചേർക്കാം ഇപ്പം കേട്ടോ. സവാള നന്നായിട്ട് വാടി ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്കയും കൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. തക്കാളിക്ക നന്നായിട്ട് വെന്തുടഞ്ഞ് വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. തക്കാളിക്ക നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും, ഇത്രയാണ് ചേർക്കുന്നത്. മസാല ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ ഈ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞ് വേറൊരു ടേസ്റ്റായി പോവേ. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആദ്യം തേങ്ങയുടെ 2ാം പാലാണ് ഒഴിക്കുന്നത്. ഈ പാലിൽ കിടന്ന് വേണം വെണ്ടയ്ക്ക വേകാനായിട്ട്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഈ കൂട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനിയിപ്പോൾ ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാമേ. രണ്ടാം പാലിൽ കിടന്നിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാമേ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം 1ാം പാൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഒരു താളിപ്പും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടിട്ട് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചാൽ കറി റെഡിയാണ് കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര ടേസ്റ്റിയാണ്. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും മതി ചോറുണ്ണാനായിട്ട്. അത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.